സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇനി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേര് ചേർക്കും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ആദ്യഘട്ടത്തിൽ പേര് മാറ്റാനാകില്ലെന്ന നിലപാട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വീകരിച്ചിരുന്നു. ഇനി മുതൽ സംസ്ഥാനത്തെ പ്രാഥമിക ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാകും. പേരിനൊപ്പം ആരോഗ്യം പരം ധനം എന്ന ടാഗ് ലൈനും ഒപ്പം ചേർക്കും. കഴിഞ്ഞ ഡിസംബറിനുള്ളിൽ പേരുമാറ്റം പൂർത്തിയാക്കണമെന്നായിരുന്നു ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ ധനസഹായം ലഭിക്കുന്നതിനാലാണ് PHSകളുടെയും FHSകളുടെയും പേര് മാറ്റാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയത്. പക്ഷേ കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിന് വഴങ്ങില്ലെന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. എന്നാൽ പിന്നീട് ആരോഗ്യവകുപ്പ് തീരുമാനം മാറ്റുകയായിരുന്നു. പേരുമാറ്റം അറിയിച്ച് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കി. എത്രയും വേഗം ഉത്തരവ് നടപ്പിലാക്കണമെന്നാണ് നിർദ്ദേശം. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിനും ആരോഗ്യ പരം ധനം എന്ന ടാഗ് ലൈനുമൊപ്പം പ്രാഥമിക കുടുംബ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെന്നും ഉണ്ടാകും. കേരള സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും NHMന്റെയും ആർദ്ര മിഷന്റെയും ലോഗോയും ഇതിനൊപ്പം ചേർക്കും. കേന്ദ്ര സർക്കാരിന്റെ മിക്ക പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിക്കുന്നുവെന്ന വിമർശനം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇതിനാലാണ് ആരോഗ്യവകുപ്പ് ആദ്യം പേരുമാറ്റാൻ വിസമ്മതിച്ചതെന്നാണ് ഉയരുന്ന വിമർശനം. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.